ബോട്ടിൽ ഡെലിവറിങ് സിസ്റ്റം. ഡോറിൻ്റെ ഇലക്ട്രിക് വർക്ക് ചെയ്തില്ലെങ്കിലോ ഇവിടെ 3.2 സെക്കൻഡ്സ് എന്ന് പറയുമ്പോൾ കാലോടത്തെ വണ്ടി വലിച്ചു കയറി അങ്ങ് പോകുന്നുണ്ട്. നമസ്കാരം, ഇത് ഒരു ഇലക്ട്രിക് സ്പോർട്സ് കാറാണ്. MG സൈബർസ്റ്റർ കൺവേർട്ടബിൾ ഇലക്ട്രിക് സ്പോർട്സ് കാർ. 74,90,000 രൂപയാണ് എൻ്റെ എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. 2 മോട്ടറുകളുണ്ട്. അപ്പോൾ ഈ വണ്ടി എന്ന് പറയുന്നത് ഒരു റോഡ്സ്റ്ററാണ്. MGയുടെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് കാർ എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് ഏറ്റവും ക്വിക്കസ്റ്റ് കാർ എന്നാണ്. ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ 200 കിലോമീറ്റർ വരെ ഉള്ളൂ സ്റ്റോപ്പ് സ്പീഡ്. 1962 MGയുടെ MGB എന്ന് പറഞ്ഞ ഒരു റോഡ്സ്റ്റർ ഉണ്ടായിരുന്നു ബ്രിട്ടനിൽ. അവരതിൻ്റെ ട്രിബ്യൂട്ടായിട്ടാണ് ഈ ഒരു വണ്ടി ഇറക്കിയേക്കുന്നത്. ഇത് പക്ഷേ ഇലക്ട്രിക്കാണ്. ആ വണ്ടിയുമായിട്ട് വലിയ സാമ്യമൊന്നുമില്ല. എന്നാലും ഈ വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും പറയാം. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്രിട്ടനിലെ നിരത്തുകളെ, ബ്രിട്ടനിലെ റോഡുകളെ അലങ്കരിച്ചിരുന്ന ബോഡി സ്റ്റൈലായിരുന്നു റോഡ്സ്റ്റർ അല്ലെങ്കിൽ കൺവേർട്ടബിൾ. അതിൽ MGയുടെ സംഭാവനയാണ് MGB എന്ന് പറയാം. വെറും MGB അല്ല, MGB. MGയുടെ സൈബർസ്റ്റർ ലോകത്തെ ഫാസ്റ്റസ്റ്റ് MG എന്നാണ് സൈബർസ്റ്ററിനെ MG വിളിക്കുന്നത്. ഇതൊരു ഇലക്ട്രിക് സ്പോർട്സ് കാറാണ്, ഇലക്ട്രിക് കൺവേർട്ടബിൾ ആണ്, ഇലക്ട്രിക് റോഡ്സ്റ്റർ ആണ്. സൈബർസ്റ്റർ, റോഡ്സ്റ്റർ, സൈബർസ്റ്റർ, അതാണ് ഈ വണ്ടി. ഈ MG സൈബർസ്റ്ററിൽ പിന്നിൽ 2 പിസ്റ്റൺ കാലിപ്പറും മുന്നിൽ 4 പിസ്റ്റൺ കാലിപ്പറും ഉള്ളത്. അത് എടുത്തു പറയേണ്ട കാര്യം കേട്ടോ. സ്റ്റാഗേർഡ് സെറ്റപ്പാണ്. ഇതിൻ്റെ ഫ്രണ്ടിലെ ടയർ സൈസ് അല്ല, ബാക്കിലെ ടയർ സൈസ് എന്ന് പറയുന്നത്. ഈ പയറിലെ ടയർ 275/35 R20 ആണേ. ഭംഗിയുള്ള അലവീൽസാണ്. ആ കപ്പൊക്കെ കാണാം. സൈഡിൽ സ്കേർട്ടിംഗ് ഉണ്ട്, സ്കേർട്ടിംഗ് എല്ലാം കാണാം. ഇത് സെൻസറാണ്. ഈ സെൻസർ എന്ന് പറയുന്നത് ഡോറ് തുറക്കുമ്പോഴേ ആരും ഉണ്ടെങ്കിൽ തുറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിവിടെ മുകളിലും കാണാം. ഇതാണ് ഇതിൻ്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത്. ഇത് ഒരു സിസ്റ്റേഴ്സ് ഡോറുള്ള കാറാണ്. കണ്ടോ, 360 ക്യാമറ പോലുള്ള സാധാ ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഉണ്ട്. പക്ഷേ നമുക്കിത് അടയ്ക്കണമെങ്കിൽ ഇവിടെ ഇങ്ങനെ കൈ എത്തി ഞെക്കേണ്ട കാര്യമൊന്നുമില്ല. അകത്ത് ബട്ടണുണ്ട്. മുന്നിലെ LED ഹെഡ്ലാംപ്സ് കാണാം. LED ഹെഡ്ലാംപ്സ് എന്ന് പറയുന്നത് ഭംഗിയുള്ള ഹെഡ്ലാംപ്സ് ആണ്. അതിനകത്ത് എലമെൻറ്റുകളൊക്കെ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഒരു ചെറിയ കഷ്ണം ലൈറ്റായിട്ട് കാണുന്നുണ്ട് കേട്ടോ. പിന്നെ മുന്നിൽ കാണുന്ന ഫിന്നുകളും ആ ഗ്രില്ലും എല്ലാം ബ്യൂട്ടിഫുൾ ആണ്. എയർ വെൻ്റ് ഉണ്ട്. MG സൈബർസ്റ്റർ ഒരു ബ്യൂട്ടിഫുൾ കൺവേർട്ടബിൾ ആണ്. ഈ ബോണറ്റിനകത്ത് കാര്യമായിട്ടൊന്നുമില്ല. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുക ആ ഫ്യൂസും ബാറ്ററിയൊക്കെ തന്നെയാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുക ഫ്ലൂയിഡ്സാണ്. അങ്ങനെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. സ്റ്റോറേജ് സ്പേസ് ഇല്ല. ഇത് കേട്ടോ, 2 പാനൽ മിസ്സിങ് കേട്ടോ. പിന്നെ ഇതിന് ഹൈഡ്രോളിക് സ്ട്രട്ട് ഉണ്ട്. ബൂട്ടിനകത്ത് എന്താ ഉള്ളത്? ബൂട്ടിനകത്ത് എന്ന് പറയുമ്പോൾ ഇത് 249 ലിറ്റർ ബൂട്ടാണ്. ഈ ബൂട്ട് വലിയ ഡീപ്പായിട്ടുള്ള ബൂട്ടാണെന്ന് കാണാം. കണ്ടോ, ബൂട്ടിൻ്റെ കാര്യങ്ങൾ കാണില്ലേ? ഹൈഡ്രോളിക് സ്ട്രട്ട് ഇവിടെയുണ്ട്. ഇത്തിരി ഡീപ്പാണിത്. അകത്ത് കയറുമ്പോൾ പറയേണ്ട കാര്യം എന്ന് പറയുന്നത് 10.25 ഇഞ്ച് ക്ലസ്റ്ററും 7 ഇഞ്ച് സ്ക്രീനും 1, 2, 3 സ്ക്രീൻ കാണാം. ഈ സീറ്റൊക്കെ കണ്ടോ. പിന്നെ സ്റ്റിയറിങ്ങും അല്ലെങ്കിൽ അപ്പോൾസ്റ്ററി കളറൊക്കെ കണ്ടോ, അല്ലെങ്കിൽ ആ അൽക്കൻഡാർ ലെതറിൻ്റെ കളറൊക്കെ കണ്ടോ. എല്ലാം റെഡിഷാണ്. ഇതാണ് സ്റ്റിയറിംഗ്. സ്റ്റിയറിംഗിൻ്റെ മോഡ് സെലക്ടർ ഉണ്ട്. 4 മോഡുകളാണ്. സൂപ്പർ സ്പോർട്ട് അടക്കം സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിന് ടിൽറ്റും റീച്ചും അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇതാണ് കീ. ഇത് EX181 എന്ന് പറയുന്ന വണ്ടി ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് ഷേപ്പിലാണ് കീ എന്ന് പറയുന്നത്. നല്ല ഭംഗിയുള്ള കീ ആണ്. പിന്നെ ഇവിടെ കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. അത് താഴേക്ക് കുത്തി ഇറക്കാൻ പറ്റുന്ന കപ്പ് ഹോൾഡേഴ്സാണ്. പ്രസ് ചെയ്താൽ കയറി വരും. കണ്ടോ, ഇതെവിടെയെങ്കിലും കണ്ടോ? പുതിയതല്ലേ? ബോട്ടിൽ ഡെലിവറിങ് സിസ്റ്റം. കൺവേർട്ട് ചെയ്യാനുള്ള സ്വിച്ച്, ഡോറിൻ്റെ സ്വിച്ച്, സ്ക്രീൻ. ഈ സ്ക്രീനിലാണ് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും. ഇത് ഷിഫ്റ്റ് സെലക്ടറാണ്. ഇവിടെ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ വയർലെസ് ആണ്. ഇതാണ് ഇതിൻ്റെ ക്ലസ്റ്റർ എന്ന് പറയുന്നത്. നമുക്കെല്ലാം കാണുന്ന ക്ലസ്റ്ററാണ്. അത്യാവശ്യം ഇൻഫർമേഷനൊക്കെ തന്നെ ഉണ്ട്. ഇനി ഇതാണ് റേഞ്ചും കാര്യങ്ങളൊക്കെ. 580 കിലോമീറ്റർ റേഞ്ച് പറഞ്ഞ് വണ്ടിക്ക് 77 kWh ബാറ്ററി. അപ്പോൾ 425 കിലോമീറ്റർ ഇപ്പോൾ കാണിക്കുന്നുണ്ട്. സ്റ്റാർട്ട് ചാർജിങ് ഓപ്ഷനൊക്കെ കാണാം. ഈ സ്റ്റിയറിംഗ് ബ്യൂട്ടിഫുൾ ആണ്. ഇത് പിടിക്കുമ്പോൾ നല്ല ഫീൽ ഫണ്ണൊക്കെ ഉണ്ട്. വണ്ടി ഓടിക്കുമ്പോൾ എങ്ങനെ ഞാൻ പറയാം. ഇവിടെ ഒരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഈ മിററിന് നമുക്ക് ഓട്ടോ ഡിമ്മിങ് ഇല്ല. ഇത് കാർ ഇൻഡസ്ട്രിയിലെ ഏറ്റവും ചെറിയ സൺ വൈസറുകളിലൊന്നാണ്. പക്ഷേ ഇതിനകത്ത് ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. പ്രീമിയമാണ്. അതുപോലെ ഇവിടെ ലൈറ്റ്സ് കാണാം. ഇവിടെ നിങ്ങൾക്ക് അതേപോലുള്ള ആ ഒരു കാര്യങ്ങൾ കാണാം. ഇനി സിസേഴ്സ് ഡോർ തുറക്കുന്നത് കണ്ടോ, നമ്മുടെ ഹൈഡ്രോളിക് സ്ട്രട്ടുകളില്ലേ, നമ്മുടെ ഓട്ടോ ഓപ്പണിംഗ് ഉള്ള ബൂട്ടുള്ള വണ്ടി അതുപോലെ കേട്ടോ, അതും കാണാം. ഇവിടെ ഇലക്ട്രിക് പാർക്ക് ബ്രേക്ക് ഉണ്ട്. ഇവിടെ ആ ഹെഡ്ലൈറ്റിൻ്റെ ലെവലർ ഉണ്ട്. താഴെ സ്പോർട്ടി ആയിട്ടുള്ള പെഡലുകൾ കാണാം. ഈ സ്ക്രീനിലൂടെ നമുക്ക് ഡിസ്ചാർജ് സെറ്റിങ്സ്, എനർജി കൺസപ്ഷൻ, ഡിസ്ചാർജ് സെറ്റിങ്സ്, ചാർജ് സെറ്റിങ്സ് ഒക്കെ കാണാം. ഇവിടെ സെറ്റിങ്സ് ഓപ്ഷൻ ഉണ്ട്. ഇവിടെ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഞാൻ എന്തായാലും എല്ലാത്തിലേക്കും പോകുന്നില്ല. ക്ലസ്റ്ററിനകത്ത് നമുക്ക് മോഡ് മാറുമ്പോൾ ആ മോഡ് മാറുന്നതിനനുസരിച്ചുള്ള കാര്യങ്ങളവിടെ കാണാം. റേഞ്ച് മാറും. ഗിയർ ഷിഫ്റ്ററിൻ്റെ ഇൻഡിക്കേഷൻ കാണാം. ഇവിടെ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ പോലുള്ള കാര്യങ്ങൾ, USB മ്യൂസിക്, ഫോൾഡർ. ഈ UI കുറച്ച് പഴയതാണ്. ഇവിടെ എമർജൻസി കോൾ കോൺടാക്ട്സ് ഉണ്ട്.
ഇത് AC കൺട്രോൾസാണ്, ഫിസിക്കൽ ബട്ടൺസാണ് നല്ല കാര്യം. ഇത് 360 ക്യാമറയാണ്. ഈ ക്യാമറ നമുക്ക് കാണുന്നത് റൈറ്റ് സൈഡിലാട്ടോ. ഇത് ഇവിടെ കാണാം. അത് അത്യാവശ്യം ക്വാളിറ്റിയുള്ള ക്യാമറ എന്നേ പറയുള്ളൂ. കാര്യങ്ങൾ നടക്കുമെന്ന് വെച്ചാൽ നടക്കുമെന്ന് പറയാം. ഇവിടെ AC സെറ്റിങ്സ് ആണ്, ഈക്കോൺ, ഓട്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. കുറച്ച് ഇരുട്ടാണ്ട്, ഡിസ്പ്ലേ കുറച്ച് ഡാർക്കാണേ. ഓക്കെ, ഈ സ്വിച്ചുകളുടെ ക്വാളിറ്റിയൊക്കെ കൊള്ളാം. പിന്നെ ഇവിടെ ഒരു ഗ്ലോ ബോക്സ് ഉണ്ട്. ഈ ഗ്ലോ ബോക്സ് എന്ന് പറയുന്നത് കേട്ടോ, ഇതാണ് ഗ്ലോ ബോക്സ്. അത്യാവശ്യം ലൈനിങ് ഒക്കെ കൊടുത്ത് അത്യാവശ്യം സ്പേസൊക്കെയുള്ള ഗ്ലോ ബോക്സ് ആണ്. 8 സ്പീക്കർ സിസ്റ്റം ഉണ്ട് ഇതിനകത്ത്. മെമ്മറി സീറ്റുണ്ട് പാസഞ്ചർ സീറ്റിനും ഡ്രൈവർ സീറ്റിനൊക്കെ. പിന്നെ ഇത് റോൾ പ്രിവെൻഷനാണ് കണ്ടോ, ഹെഡ്രസ്റ്റൊക്കെ കണ്ടില്ലേ. ഇനി ഡോറിൻ്റെ ഇലക്ട്രിക് വർക്ക് ചെയ്തില്ലെങ്കിലോ, ഇവിടെ മാനുവൽ ഓവർ റൈഡ് ഉണ്ട്. തോതിത് ഇതാണ് ഡോർ പോക്കറ്റ്, ഇതാണ് ഡോർ ക്ലോസ് ചെയ്യാനുള്ള ബട്ടൺ. ഇത് സോഫ്റ്റ് ടോപ്പ് ലോക്ക് ചെയ്യാനുള്ള മെക്കാനിസം ആണേ. പിന്നെ ഇവിടെ കണ്ടോ, ഡ്രൈവർക്ക് ഓറിയൻ്റഡ് ആയിട്ടാണ് അതിൻ്റെ കോക്ക്പിറ്റ് ഡിസൈനൊക്കെ. ഇവിടെ സ്പേസും ഉണ്ട് അത്യാവശ്യം കണ്ടോ. പിന്നെ ഇവിടുത്തെ ഈ ഒരു വെൻ്റൊക്കെ കണ്ടോ, ഇതിന് 4 എയർ ബാഗാണ്. ഇത് ഒരു 2 സീറ്റർ കാറാണ്. MG സൈബർസ്റ്റർ എന്ന് പറയുന്ന ഈ ഒരു വണ്ടി ഓടിക്കാൻ വന്നേക്കുന്നത് ബുദ്ധിലാണ്, ഇൻ്റർനാഷണൽ ബുദ്ധ് സർക്യൂട്ട്. ഇവിടെ ഓടിക്കാൻ വന്നപ്പോൾ ഇവർ 3 ലാപ്പാണ് നമുക്ക് തന്നത്. 3 ലാപ്പിൽ ഓടിക്കുക എന്ന് പറയുമ്പോൾ ശരിക്കും കൈ കൊടുത്ത് ഓടിക്കുക എന്ന് ബൈക്കിൽ പറയുന്ന പോലെ കാല് കൊടുത്ത് കാറിൽ ഓടിക്കുക എന്നുള്ള ഫീലായിരുന്നു. ഓക്കെ, ഒരു വണ്ടിയെ മനസ്സിലാക്കാൻ 3 ലാപ്പ് മതിയോ? പോരാ. എന്നാലും ഇതൊരു ഇലക്ട്രിക് സ്പോർട്സ് കാറാണല്ലോ. ആദ്യം ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ പറയാം. NMC ബാറ്ററിയാണ്, ഇലക്ട്രിക് കാറാണ്, ഡ്യുവൽ മോട്ടറാണ്. ഇതിന് 60-40 അടുപ്പിച്ചുള്ള ഒരു പവർ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ഫ്രണ്ടിൽ കുറവും ബാക്കിൽ കൂടുതൽ. റിയർ ഡ്രൈവ് ഫോക്കസ്ഡ് വണ്ടിയാണ്, ഹൈഡ്രോ റിവൊക്കെ പോലെ എന്ന് പറയാം. പിന്നെ ബാറ്ററി എന്ന് പറയുന്നത് 77 kWh ആണ്. അത് 110 mm എന്ന് പറയുന്ന ഹൈറ്റിൽ അവർ വെച്ചു എന്നുള്ളത് NMC ബാറ്ററിയുടെ ആ ഒരു, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കുറച്ചധികം എനർജി ഡെൻസിറ്റി ഉള്ള ഒരു ബാറ്ററിയാണ് NMC ബാറ്ററി. കുറച്ച് സ്ഥലത്ത് കൂടുതൽ പവർ കയറ്റിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ 77 kWh ബാറ്ററിയിൽ ഇവർ പറഞ്ഞ റേഞ്ച് 580 km. ഈ 580 km നല്ല റേഞ്ചാണ്. അത്ര റേഞ്ചിലൊരു വണ്ടിയാണിത്. അപ്പോൾ ഇതിൻ്റെ പവർ മാരകമാണ്. 510 PS പവർ ഉണ്ട്. പിന്നെ 725 Nm ടോർക്കുണ്ട്. ഇത്രയും ടോർക്കുണ്ട്. ഇത് വെച്ചിട്ട് വണ്ടി ഓടിക്കുമ്പോഴേ 0 to 100 എന്ന് പറയുന്നത് 3.2 seconds ആണ് വിത്ത് ലോഞ്ച് മോഡ്. സോ ഞാനത് ലോഞ്ച് സെറ്റാക്കി വെച്ചു. കൈ എടുക്കാണ്, കാലെടുക്കാണ്. 0 to 100 in 3.2 seconds. ഓക്കെ, നമുക്ക് എക്സൈറ്റ്മെൻറ്റ് അവിടെ നിർത്താം. ഫാക്ട്സ് പറയാം. സസ്പെൻഷൻ സോഫ്റ്റ് സൈഡാണ്. ഇപ്പോൾ ട്രാക്കിൽ ഓടിച്ചപ്പോൾ ഹാൻഡ്ലിങ് നല്ലതായിട്ട് തോന്നി. ഓൾ വീൽ ഡ്രൈവിനാണ് താങ്ക്സ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത് ഒരു സ്പോർട്സ് കാർ കൈൻഡ് ഓഫ് ഹാൻഡ്ലിംഗ് ആണ് എന്നല്ല പറഞ്ഞത്. നമ്മൾ എക്സ്പെർട്ടായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ അവർ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഒരു GT കൈൻഡ് ഓഫ് ഹാൻഡ്ലിംഗ് ആണെന്നുള്ളതാണ്. എനിക്കും അതങ്ങനെ തോന്നിയത്. പിന്നെ നന്നായിട്ട് പുഷ് ചെയ്യാൻ പറ്റില്ല, വെറ്റായിരുന്നു. എന്നാലും ആവശ്യത്തിന് പുഷ് ചെയ്തു. 200 km ടോപ്പ് സ്പീഡിലെ വണ്ടിക്ക് ഒരു 190 വരെയൊക്കെ ഞാൻ പോയി. അതിൽ കൂടുതൽ പോകാനായിട്ട് അവർ അനുവദിച്ചില്ല. ഒപ്പമുള്ള ആൾ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. Okay. You've actually gone 160 if you realize. നിങ്ങൾ ഓടിക്കുമ്പോൾ അവർക്കൊരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഡ്രൈവിങ്ങിൻ്റെ സ്റ്റൈൽ കാരണം അല്ലെങ്കിൽ ലൈൻ കീപ്പ് ചെയ്യുന്ന കാര്യമൊക്കെ വെച്ചിട്ടായിരിക്കും. ഇപ്പോൾ റേസിംഗ് ലൈൻസ് ഒക്കെ പറയുന്നത് അറിയാവുന്നവർക്ക് അറിയാം, അല്ലാത്തവർക്ക് അത്ര വലിയ എക്സ്പീരിയൻസ് ആയിരിക്കില്ലല്ലോ. ഇതിൻ്റെ കൺവേർട്ടബിൾ എന്ന് പറയുന്ന ഈ വണ്ടിയുടെ ഒരു നീഷായിട്ടുള്ള കാഴ്ചപ്പാട്, കാണാനുള്ള ഭംഗി, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പൊതുവെയുള്ള സ്വഭാവമാണ് ഈ വണ്ടിയുടെ പ്രത്യേകത. ആര് കണ്ടാലും നോക്കി പോകുന്ന രൂപഭംഗിയുണ്ട്. അപ്പോൾ ഈ പവർ ടോർക്ക് ഫിഗർ വെച്ചിട്ട് ഇത് ഓടിക്കാൻ ഭയങ്കര ഫണ്ണാണ്. ഈ ഫണ്ണെന്ന് പറയുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ഫണ്ണെന്ന് കണ്ടാൽ മതി. ഇപ്പോൾ ഓൾ വീൽ ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ കോർണറിങ് എടുക്കുമ്പോൾ നമുക്ക് ഒരു കോൺഫിഡൻസ് ഒക്കെ തോന്നുന്നുണ്ട്. ഒരു ഇത്തിരി കൂടി ഒരു സ്റ്റിഫായിരുന്നെങ്കിൽ നന്നായിരുന്നു തോന്നി. നമ്മൾ പലപ്പോഴും സോഫ്റ്റ് ആയിട്ടൊരു ഫീൽ നമുക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഇരിക്കാൻ സുഖമാണ്, നല്ല കാഴ്ച തരുന്നുണ്ട്, വലിയ വണ്ടിയാണ്, നല്ല രസമുള്ള വണ്ടിയാണ്, കാണാൻ ഭംഗിയുണ്ട്. ഒരു ഇത്തിരി വൃത്തിയായിട്ട് തോന്നുന്നത് ബാക്കിലെ ആരോ എന്ന് പറയുന്ന ടൈൽ ലാമ്പ് മാത്രമാണ്. പക്ഷേ Formula 1 ടൈൽ ലാമ്പ് കാണാൻ ഭംഗിയുണ്ട്. സ്ക്രീനുകളുടെ വിന്യാസമുണ്ട്. 7 ഇഞ്ച് 2 സ്ക്രീനും 10.2 ഇഞ്ച് മിഡിൽ സ്ക്രീനൊക്കെ വെച്ചിട്ട് നമ്മൾ കോക്ക്പിറ്റിലിരിക്കുന്ന പോലെയാണ്. ഡ്രൈവർ ഓറിയൻറ്റഡ് എല്ലാം ഡ്രൈവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വണ്ടിയാണെന്ന് കാണാം. ഇതിന് സീറ്റിന് ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റ്, മെമ്മറി ഫംഗ്ഷൻസ് എല്ലാം ഉണ്ട്. ഇലക്ട്രിക് കാറിന് വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. പക്ഷേ ഒരു ഇലക്ട്രിക് കാർ എന്നുള്ള നിലയ്ക്ക് കാണുമ്പോൾ, ഒരു സ്പോർട്സ് കാർ നിലയ്ക്ക് കാണുമ്പോൾ, കൺവെർട്ടബിൾ നിലയ്ക്ക് കാണുമ്പോൾ ഇത് വാങ്ങുന്ന ആളുകൾ ആരാന്ന് കൂടി കാണണം. ഒരു പുതിയ തലമുറ സ്പോർട്സ് കാർ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇന്ത്യയിൽ പ്രത്യേകിച്ചും നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് വണ്ടികളില്ല. ഇതും കുറഞ്ഞ വിലയല്ല, 75 ലക്ഷം രൂപയോളം ഉണ്ട് ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ്. എന്നാലും എനിക്ക് തോന്നുന്നു സൂപ്പർ കാറുകളും സ്പോർട്സ് കാറും ഇഷ്ടമുള്ള ആളുകൾക്ക്, എന്നാൽ ഇലക്ട്രിക് ആവണം, കുറച്ച് നാച്ചുറൽ ഫ്രണ്ട്ലി, കുറച്ച് എന്താ പറയുക, നാച്ചുറൽ ഫ്രണ്ട്ലി ആവണം എന്ന ആഗ്രഹമുള്ളവർക്കാണ് ഈ വണ്ടി ചേരുക എന്നുള്ളതാണ്. ഇതൊരു ഇലക്ട്രിക് സൂപ്പർ കാറാണ് എന്നും പറയാൻ പറ്റില്ല, ഒരു സ്പോർട്സ് കാറാണ്, റോഡ്സ്റ്റർ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു ലെഗസി പേരുന്ന വണ്ടി എന്ന് പറയാൻ പറ്റുള്ളൂ. എനിക്കിതിൻ്റെ ബ്രേക്കിംഗ് ഇഷ്ടപ്പെട്ടു. ബ്രെംബോയുടെ ബ്രേക്കിംഗ് ആണ്. പിന്നെ ഇതിൻ്റെ സ്റ്റിയറിംഗിൻ്റെ ഫീഡ്ബാക്ക് ഉള്ള 2 മോഡുകളുണ്ട്. ലോഞ്ച് കൺട്രോൾ നല്ലതായിരുന്നു, പെട്ടെന്ന് ലോഞ്ച് പോകാൻ പറ്റുന്നുണ്ട്. ബൂട്ട് സ്പേസ് ഉണ്ട്,
149 ബാക്കിൽ സീറ്റിൻ്റെ ബാക്കിൽ സ്പേസ് ഉണ്ട്, അത്യാവശ്യം സാധനങ്ങൾ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ അടുക്കളയിലെ സ്ലാബ് പോലെ കൊടുത്ത ആ ഒരു പീസൊക്കെ കുറച്ച് ഭംഗി തോന്നിച്ചു. ഒരു ഹാൻഡിലുണ്ട് പിടിച്ചിരിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ട്രാക്കിൽ ഇത് അത്യാവശ്യം നല്ല കുന്തളിപ്പ് കാണിച്ച് ഓടിക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു, രസമുണ്ടായിരുന്നു, ഫണ്ണായിരുന്നു എന്ന് തന്നെ പറയാം. ഈ ഫണ്ണെന്ന് പറയുന്നത് റോട്ടിലിറങ്ങി റോട്ടിലൂടെ ഓടിച്ച് റോട്ടിൽ റൈഡ് ക്വാളിറ്റി എന്താണെന്ന് അറിയുമ്പോൾ കുറച്ചുകൂടി കാര്യമായിട്ട് പറയാൻ പറ്റും. ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടെന്ന് തോന്നി, അടിത്തട്ടാൻ ചാൻസ് ഇല്ല. സ്റ്റാഗേർഡ് സെറ്റപ്പാണ്, അലോയ് വീൽ കാണാൻ ഭംഗിയുണ്ട്, ലൈറ്റുകൾ കാണാൻ ഭംഗിയുണ്ട്, വേണ്ട ഗ്ലാസ് ഫ്രെയിം കാണാൻ ഭംഗിയുണ്ട്. ഈ സംഗതി ഫാസ്റ്റാണ്, അടയ്ക്കുന്നത് അതും അങ്ങനെ പറയാവുന്ന കാര്യമാണ്. ഇടയ്ക്ക് MG ഹലോ എന്ന് പറയുന്നുണ്ട്, അതൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്കുള്ള കാര്യമാണ്. എന്തായാലും ഫിസിക്കൽ ബട്ടൺസിൻ്റെ കുറേ അധികം കാര്യങ്ങളൊക്കെ കാണാം. എല്ലാം ഇലക്ട്രിക്കലായിട്ട് മാറിയിട്ടുള്ള ഒരു വണ്ടിയാണ്, ഇലക്ട്രിക് വണ്ടിയാണ്. എല്ലാം കൊള്ളാം എന്ന് പറയുമ്പോൾ ഒരു കൗതുകമുള്ള വണ്ടിയാണ് MG സൈബർസ് എന്നുള്ളതാണ് പറയുന്നത്. ഈ കൗതുകമാണ് ഈ വണ്ടിയുടെ പ്രത്യേകത. Make a 8. Okay. Yeah. With that yellow boards. Correct. With the yellow boards. Like this. And then look at the cone and then brake. Like this. Yeah. Now look at that yellow board and then brake and left. Wait for it to turn. Wait for it. No. And now you go on throttle and brake again. Turn. No. Wait for it to point and then accelerate. Figure of it. How many laps left? We are done. Slow. Keep it to the left. And now right. Perfect. Let's go back to the 10. Slow. Keep it to the left. Cool. How's the feedback? What do you think about the car? Oh, brutal. Fast, right? Fast. I would say quick. Very quick. Yeah. 3.2 seconds എന്ന് പറയുമ്പോൾ കാലുകൊടുത്ത വണ്ടി വലിച്ചു കയറി അങ്ങ് പോകുന്നുണ്ട്. ഫോർ എ സ്പോർട്സ് കാർ ഇതിൻ്റെ അകത്തുള്ള ഇരിക്കുന്ന കംഫർട്ടും നല്ലതാണ്. ഇവർ 150 ലിമിറ്റ് ചെയ്ത സ്പീഡ്, അതായത് 200 വരെ ടോപ്പ് സ്പീഡ് ഉണ്ട്, 200 ടോപ്പ് സ്പീഡ്. ഇവിടെ വെറ്റായതുകൊണ്ട് 150 ലിമിറ്റഡ് ആണ്. സോ നമ്മൾ ആ ഒരു കാര്യം കണക്കാക്കിയിട്ടാണ് ഓടിക്കുന്നത്. പിന്നെ റേഞ്ചുമുള്ള വണ്ടിയാണ്. 580 കിലോമീറ്റർ ആണ് ഇതിനൊരു പറയുന്ന റേഞ്ച് എന്നുള്ളതാണ്. 580 കിലോമീറ്റർ. My question is, I mean, as a person, as a customer, Okay. let's say you're spending 80 lakhs. Yeah. Roughly 80 lakhs on road. What else do you get? If you ask me, as a customer, I'm spending this much money, I would go for a used Porsche 911. 100%. But in a brand new car, But is what I'm trying to say. if I think about my business perspective and the brand new car perspective and the green thing, this car won't hurt. Correct. This is a very good car for that money. Absolutely correct. Absolutely. In that sense, under 1 crore, this is a deal.